ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് കുറച്ചു മുൻപ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രമുഖ ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുലാവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, കരുത്തരായ മോഹൻ ബഗാന് ഇപ്പോൾ ട്രാൻസ്ഫർ ബാൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അത്തരത്തിലുള്ള ഒരു വിലക്കാണ് ഇപ്പോൾ മോഹൻ ബഗാനെ തേടിയെത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് സാമ്പത്തികപരമായ കാരണങ്ങൾ കൊണ്ടല്ല, മറിച്ച് ട്രെയിനിങ് കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നതുകൂടി ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിൽ മോഹൻ ബഗാന് ദേശീയ തലത്തിൽ ഇപ്പോൾ വിലക്ക് ലഭിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഈ ഒരു വിലക്ക് നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഫിഫയുടെ നിർദ്ദേശപ്രകാരമാണ് മോഹൻ ബഗാന് ഈ ഒരു വിലക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഫിഫ ജുഡീഷ്യൽ ബോഡിയുടെ ഡയറക്ടറാണ് ഇക്കാര്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചത്, നിർദ്ദേശിച്ചത്. ഇതോടുകൂടിയാണ് അവർ മോഹൻ ബഗാന് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയത്. സാങ്കേതികപരമായ ചില കാരണങ്ങളാണ് ഇതിന് പിന്നിൽ എന്നാണ് ക്ലബ്ബ് അറിയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മോഹൻ ബഗാൻ രജിസ്ട്രേഷൻ റൂളുകൾ ഒന്നും തന്നെ ലംഘിച്ചിട്ടില്ല. ട്രെയിനിങ് കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ വിലക്കിലേക്ക് നയിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സാമ്പത്തികപരമായ പ്രശ്നങ്ങളല്ല. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ മോഹൻ ബഗാൻ ഉള്ളത്. ഇത്രയും വിവരങ്ങളാണ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വിലക്ക് തീരുന്നത് വരെ പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ മോഹൻ ബഗാന് കഴിയില്ല. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചുകൊണ്ട് വിലക്ക് മാറ്റാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ മോഹൻ ബഗാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.